ഇപ്പോൾ ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന 5, 7, 9 എന്നീ ഭാവങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന 7ാം ഭാവമെന്ന് പറയുന്നത് ഈ ധനു രാശിയിൽ തന്നെയാണ്, അതായത് ജന്മരാശിയിൽ തന്നെയാണ് പതിയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ 9ാം ദൃഷ്ടി എന്ന് പറയുന്നത് നിങ്ങളുടേതായ 3ാം ഭാവമാണ്, അതായത് കുംഭം രാശിയിലേക്കാണ് പതിയുന്നത്. 5ാം ഭാവമായിട്ട് പറയപ്പെടുന്നത് നിങ്ങളുടേതായ രാശിക്ക് 11ാം ഭാവമായ തുലാം രാശിയാണ് പറയുന്നത്. 11ാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ ലാഭസ്ഥാനമായിട്ടാണ് പറയുന്നത്. അപ്പോൾ 11ാം ഭാവത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. 5ാം ഭാവമായിട്ട് രാശിയുടെ 11ാം ഭാവത്തെ നോക്കുമ്പോൾ വളരെ അധികം മേന്മകൾ തന്നെയാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. കാരണം ലാഭസ്ഥാനമാണ്. അപ്പോൾ പല വഴിക്കും നിങ്ങൾക്ക് ധനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതായത് പ്രവൃത്തികൾ നിങ്ങൾ എത്രത്തോളം മുന്നിലേക്ക് കൊണ്ടുപോകുന്നുവോ അതിനനുസൃതമായിട്ട് നിങ്ങൾക്ക് ധനം വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ 3ാം ഭാവമായ 9ാം ഭാവമായിട്ട് ഉള്ള ദൃഷ്ടി നിങ്ങളുടെ രാശിക്ക് 3ാം ഭാവം. അപ്പോൾ ധൈര്യ വീര്യ സ്ഥാനം എന്നാണ് അത് പറയുക. അതുപോലെ പ്രയത്നങ്ങളുടേതായ സ്ഥാനമായിട്ടാണ് ഈ 3ാം ഭാവത്തെ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏത് ഒരു എഫർട്ടാണെങ്കിലും ശരി, അത് വലിയ തോതിലുള്ള വിജയത്തിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുക. തൊഴിൽപരമായ രീതിയിൽ ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വലിയ തോതിൽ നീങ്ങുന്ന ഒരു കാലമാണ്. അത് പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇതുവരേക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിൽപരമായ രീതിയിൽ മുടക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ തീർന്ന് അനുകൂലമായ ഒരു ഫലം വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പ്രയത്നങ്ങൾക്ക് വലിയ തോതിലുള്ള വില നിങ്ങൾ നേരത്തെ നൽകിയിരുന്നു എങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രയത്നം തന്നെ വേണ്ടി വരുന്നില്ല എന്നതാണ്. അപ്പോൾ ഇവിടെ പഠനം സംബന്ധിച്ച ഒരു കാര്യങ്ങളിലാണെങ്കിൽ കുട്ടികളൊക്കെ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിൽ അവർക്ക് മുന്നേറ്റങ്ങളുടേതായ ഒരു കാലമാണ്. പഠിച്ചിട്ട് ജോലി ലഭിച്ചില്ല, ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല എങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് ലഭിക്കുന്ന കാലഘട്ടമാണ്. തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകും. പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ഈ ഒരു വർഷത്തിനുള്ളിൽ അത് ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഈ പറയുന്നതൊക്കെ തന്നെ വ്യാഴത്തിൻ്റെതായ ഫലം ഒരു വർഷക്കാലത്തേക്കുള്ളതാണ്. അപ്പോൾ ഒരു വർഷക്കാലത്തിനുള്ളിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു നല്ല ഫലമൊക്കെയും ലഭിക്കുക. എന്നിരുന്നാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പൂർണ്ണമായ ഒരു വിടുതി ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ്. അതായത് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. പലർക്കും തന്നെ വീട് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കാം, തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കാം, സുഹൃത്തുക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കാം, പാർട്ട്ണർഷിപ്പ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കാം. അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നീങ്ങുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ വ്യാഴം എന്നാൽ ഗുരു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു ടീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു അധ്യാപകൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഉപദേശകൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നല്ലത് പറഞ്ഞു തരുവാനും നല്ല വഴിക്ക് നല്ല മാർഗത്തിലൂടെ നമ്മളെ കൊണ്ട് എത്തിക്കുവാനും നല്ല നല്ല ആൾക്കാരുമായിട്ടുള്ള ഒരു ഇടപെടലൊക്കെ ഉണ്ടായി കിട്ടുന്ന ഒരു കാലം കൂടിയാണ്. കാര്യം ഈ ധനുരാശി എന്ന് പറയുന്നത് തന്നെ വ്യാഴത്തിൻ്റെതായ സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ മിഥുനം രാശിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ്. ഒരിക്കലും സ്വന്തം വീട് നശിച്ചു പോകാനായിട്ട് ഒരു വ്യക്തികളും ശ്രമിക്കില്ല എന്ന് തന്നെ. ആ വീടിനെ മികച്ച നിലയിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അവിടെ ഉള്ളവരുമായിട്ടൊക്കെ നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിനുള്ള പാതകൾ തുറന്നു കൊടുക്കുവാനും അവിടെയുള്ളവർക്ക് വലിയ അധികം താല്പര്യം തന്നെ. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്വന്തം വീട് നശിച്ചു പോകാനായിട്ട് അദ്ദേഹം ഒരിക്കലും ശ്രമിക്കില്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു ദൃഷ്ടി കൃത്യമായിട്ടും അവിടെ പതിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. കാരണം 7ാം ഭാവമായിട്ടാണ് ഈ ഒരു ദൃഷ്ടി, വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത്. അപ്പോൾ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ, ശുഭകാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലം, അതായത് വിവാഹമൊക്കെ തടസ്സപ്പെട്ടു പോയവർക്ക് വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. കുടുംബപരമായ ബന്ധങ്ങളിൽ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തീരുന്ന ഒരു കാലഘട്ടമാണ്. കോടതി കേസ് വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പായി വരുന്ന ഒരു കാലം കൂടിയായിരിക്കും. അപ്പോൾ 7ാം ഭാവം എന്ന കളത്ര സ്ഥാനം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാനത്തിന് വിവാഹവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ മുടങ്ങിപ്പോയ വിവാഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. വീണ്ടും ഒരിക്കൽ കൂടി നമുക്കതൊന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ കൂടി വരുന്നതാണ്. അതായത് വേണ്ട എന്ന് പറഞ്ഞു പോയവർ തിരികെ വരുന്നൊരു കാലമായിരിക്കും. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ
വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ 11ാം ഭാവമായ 5ാം ഭാവ ദൃഷ്ടി നമുക്ക് എടുക്കുമ്പോൾ ലാഭത്തിൻ്റേതായ സ്ഥാനമാണ്. അപ്പോൾ വരുന്നതായ പണങ്ങൾ ഇനി പാഴായി പോകുന്ന ഒരു സാഹചര്യം ഇവിടെയില്ല. അതായത് നിങ്ങൾക്ക് ഇതുവരെ അനാവശ്യമായ ചിലവുകൾ വന്നിരുന്നു, കടബാധ്യതകളൊക്കെ വന്നിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു കാലം, അല്ലെങ്കിൽ തീർക്കാൻ പറ്റുന്ന കാലം, നല്ലതിന് വേണ്ടി ചോദിച്ചാൽ പണം ലഭിക്കുന്ന ഒരു കാലമൊക്കെ തന്നെയാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് പണം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തൊഴിൽപരമായ ഇടങ്ങളിൽ കുറച്ചുകൂടെ മുന്നേറ്റത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നടക്കുന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ വ്യാഴം പല വിധത്തിലും അനുകൂലമായ ഭാവത്തെയാണ് ധനു രാശിക്കാർക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. അപ്പോൾ 3ാം ഭാവമായിട്ട് 9ാം ഭാവത്തിൻ്റേതായ ദൃഷ്ടി നോക്കുമ്പോൾ അത് പ്രയത്നങ്ങൾ, അതായത് എടുക്കുന്ന എല്ലാ പ്രയത്നത്തിനും പരിപൂർണമായ വിജയം നൽകുന്നു. നിങ്ങൾക്ക് വളരെയധികം അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്, എഫർട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നിടത്ത് വലിയ തോതിലുള്ള വിജയം തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്കുള്ള പതിവും അതുപോലെ 3ാം ഭാവത്തിലേക്കുള്ള പതിവും 11ാം ഭാവത്തിലുള്ള പതിവും വളരെയധികം നല്ല ഒരു മുന്നേറ്റം തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുക. അപ്പോൾ വ്യാഴത്തിൻ്റേതായ ആ ഒരു നല്ല മനസ്സിനെ അംഗീകരിച്ച് മുന്നിലേക്ക് പോകാൻ നിങ്ങൾ പരമാവധി പരിശ്രമിക്കണം. കുടുംബപരമായ അന്തരീക്ഷങ്ങളിലൊക്കെ തന്നെ വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. വളരെ ശ്രദ്ധാപൂർവം വേണം ഓരോ കാര്യങ്ങളും നിങ്ങളെ സംസാരിക്കുവാനായിട്ട്. എടുത്തു ചാടിയുള്ള ഒരു തീരുമാനങ്ങളും ഇനി എടുക്കരുത്. പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലും കടബാധ്യതകൾ പോലുള്ള വലിയ തീരുമാനങ്ങൾക്കൊന്നും പോകരുത്. ചെറിയ രീതിയിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രം എന്തെങ്കിലും കൈകാര്യം ചെയ്തു പോകണം. ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാധ്യതകൾ, കടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അല്പമായിട്ട് കൊടുത്തു തീർക്കുവാനുള്ള പണവും വന്നു ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ആകെ പറയുകയാണെങ്കിൽ വളരെ അധികം നല്ല ഫലം തന്നെയാണ് വ്യാഴത്തിൻ്റേതായ മാറ്റം കൊണ്ട് ഈ ധനു രാശിക്കാർക്ക് ഉണ്ടാകുന്നത്. ഇത് ഇപ്പോൾ പൊതുവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ്. അതായത് നിലവിൽ നടക്കുന്ന രാശികൾക്ക് അനുസൃതമായിട്ടുള്ള ഫലമാണ് ഈ പറയുന്നതൊക്കെ. നിങ്ങളുടേതായ ജന്മജാതകത്തിൽ ഓരോ സ്ഥിതികളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ എന്ത് ദശയാണോ നടക്കുന്നത് ആ ഒരു ദശകൾക്ക് അനുസൃതമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഏതൊരു ഗ്രഹമാണോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടേതായ ദശ നടത്തിക്കൊണ്ട് പോകുന്നത്, ബുധനാണോ ശനിയാണോ കേതുവാണോ, അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും കൂടി എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഫലം വ്യാഴം പ്രദാനം ചെയ്യുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അത് നിങ്ങൾക്ക് അതിൻ്റേതായ രീതിക്ക് നന്മ ലഭിക്കുകയും ചെയ്യും. വ്യാഴത്തിന് മാത്രമാണ് അങ്ങനെ ഒരു നല്ല ഒരു ഫലം നൽകാനായിട്ട് കഴിയുക. എല്ലാവർക്കും മോശം ചെയ്യണമെന്നുള്ള ഒരു ഇത് ഗ്രഹമല്ല ഈ വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ പ്രദാനം ചെയ്യണം. അപ്പോൾ ഏതൊരു ഗ്രഹത്തിൻ്റേതായ നിലയിലായിരുന്നാലും സ്വന്തം അവസ്ഥകൾക്കനുസരിച്ച് ചിന്തിച്ചെടുക്കുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും വ്യാഴം അനുകൂലമായി നിൽക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല.